നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. കരമുയർത്തി പിടിക്കാമോ? നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി പഠിക്കേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. പാടുക. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഉച്ചത്തിൽ പാടുക. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹൃദയത്തിൽ നിന്ന് പറയുക. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചി. ഒരിക്കൽ കൂടെ പാടുക. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമേ. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചി. ഒരിക്കൽ കൂടെ പാടുക. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒരിക്കൽ കൂടെ പാടുക. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. ഓ സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ദിവസമായി ഈ ദിവസം മാറട്ടെ. വലിയ മാറ്റങ്ങൾ ഉളവാകുന്ന ദിവസമായി ദിവസം മാറട്ടെ.
ഈ ജനത്തെ ഭയങ്കരമായി അനുഗ്രഹിക്കണമേ. വലിയ ദൈവകൃപയുടെ ആഴങ്ങൾ അവിടുന്ന് പകരണമേ. ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വചനം തരണമേ, ശുശ്രൂഷിപ്പാൻ കൃപ തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കരമുയർത്തി പിടിച്ച് കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവമേറിയ ഒരു നിയോഗ ദൂത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന മിനിറ്റുകളായി ഈ മിനിറ്റുകൾ മാറട്ടെ. ദയവായി ബൈബിൾ തുറക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-46 വാക്യം. ജോൺ ചാപ്റ്റർ 1:46. നഥനയേൽ അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നമുക്കറിയാം, യോഹന്നാൻ ശ്ലീഹയുടെ തൂലികത്തുമ്പിലൂടെ പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവ് തന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഗ്രഹമാണ് യോഹന്നാൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. യോഹന്നാൻ്റെ എഴുത്തുകൾ പൊതുവെ ക്രിസ്റ്റോളജിക്കൽ റൈറ്റിങ്സ് എന്നാണ് വിളിക്കുന്നത്. ക്രിസ്തുവിജ്ഞാനീയ രചനകൾ എന്നാണ് അതിനെ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ക്രിസ്തുവിജ്ഞാനീയ രചനകൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം, നിത്യത്വം, ആളത്വം, വ്യക്തിത്വം, അങ്ങനെയുള്ള ആ ഏറ്റവും പ്രാധാന്യതയേറിയ ക്രിസ്തുശാസ്ത്ര വസ്തുതകളുടെ വിശദീകരണങ്ങളാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലെല്ലാം കാണുന്നത്. അത് യോഹന്നാൻ്റെ സുവിശേഷമാകട്ടെ, ലേഖനമാകട്ടെ, വെളിപ്പാടാകട്ടെ, എല്ലാം ഒരുപോലെയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ മറ്റെങ്ങും കാണാത്ത ക്രിസ്തു നാമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വേറെ ബൈബിളിൽ എങ്ങും കാണാത്ത നാമങ്ങൾ. നിങ്ങളറിയണം, ഏതാണ്ട് 105-ൽ പരം ക്രിസ്തു നാമങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒറ്റ അധ്യായത്തിൽ ഏറ്റവും അധികം നാമങ്ങൾ എഴുതിയിട്ടുള്ള ഒരധ്യായം അത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ്. 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യമൊക്കെ ഭയങ്കര റെവലേഷനാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മേഘാരൂഢനായി വരുന്ന ക്രിസ്തു എന്ന് നമ്മൾ വായിക്കുന്നു. മേഘാരൂഢനായി വരുന്നവൻ അവിടുന്ന് അൽഫയാണ്, അവിടുന്ന് ഒമേഗയാണ്. അതുമാത്രമല്ല, അവിടുന്ന് വരുന്നവനാണ്, വന്നവനാണ്, അവിടുന്ന് ഇരിക്കുന്നവനാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, അവിടുന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് കർത്താവിനെ ഈ യോഹന്നാൻ്റെ എഴുത്തുകൾ അവതരിപ്പിക്കുന്നത്. അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 1-ാം അധ്യായത്തിൽ തന്നെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ വിഷയം. എല്ലാവരും കൂടെ പറഞ്ഞ് അറിയാവുന്ന വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ എവിടെ ദൈവത്വം കിടക്കുന്നത്? അത് കുറച്ചുകൂടെ പഠിക്കണം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനത്തിൻ്റെ നിത്യത്വം. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനത്തിൻ്റെ വ്യക്തിത്വം. വചനം ദൈവമായിരുന്നു, വചനത്തിൻ്റെ ദൈവത്വം. ആ ദൈവമായ വചനം ജഡമായി. അതാണ് ക്രൈസ്റ്റ്. ദൈവമായ വചനം ജഡമായെങ്കിൽ ആ ജഡമായി തീർന്നവനെ വിളിക്കാൻ ഒറ്റ പേരേ ഉള്ളൂ. എന്താ? ക്രൈസ്റ്റ്. അതാ 1-ാം വാക്യത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ 5:18, 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവത്തോടെ ഇക്വാളിറ്റി ഉള്ളവനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് തൃത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ചിലർ ചിന്തിക്കുന്ന പോലെ പിതാവായ ദൈവം ഏറ്റവും ഉയർന്ന വ്യക്തിത്വവും പുത്രൻ അതിനേക്കാൾ കുറച്ചുകൂടെ താണും പരിശുദ്ധാത്മാവ് ഏറ്റവും താണും. അങ്ങനൊന്നുമല്ല. ഇക്വാളിറ്റിയാണ് തൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഈ 5-ാം അധ്യായം, മോനെ ആരാടാ, ഞാൻ മിഠായി മേടിച്ചു തരാം, സത്യമായിട്ട് വേണം, ഒരു ഐസ്ക്രീമും കൂടെ തരാം, വാക്യം കാണിക്കണേ. 5-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കിയേ. ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞിട്ട് തന്നെത്താൻ ദൈവത്തോടെ സമനാക്കി. KJV-ക്കകത്ത് നോക്കിയേ, മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. ഇക്വാലിറ്റിയാണ് ആ വാക്കുണ്ടോ, മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. അപ്പോൾ പിതാവായ ദൈവത്തോടെ ക്രൈസ്റ്റ് ആരാണ്? പറഞ്ഞോ, ഈക്വലാണ്, സമനാണ്. ഇനി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അത് ആ സമത്വം പറയുന്നുണ്ട്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, ഡിഡ് നോട്ട് ട്രൈ ടു റിമെയിൻ ഈക്വൽ വിത്ത് ഗോഡ്. ആ ഇക്വാളിറ്റിയിൽ തുടരുവാൻ നിർബന്ധം പിടിക്കാതെ. അവിടെ നിങ്ങൾ തൃത്വത്തിൻ്റെ സവിശേഷത അറിഞ്ഞാൽ മതി. അപ്പോൾ യോഹന്നാൻ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ സാധാരണമെന്ന് തോന്നാവുന്ന ഒരു കാര്യം, പക്ഷേ നമ്മുടെ ലൈഫുമായിട്ടും യേശുക്രിസ്തുവിൻ്റെ ലൈഫുമായിട്ടും വളരെ
കലർന്ന് കിടക്കുന്നതുമായ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. അത് നഥനയേലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ ഫിലിപ്പോസ് പറയുക, വന്ന് കാണുക. നിങ്ങൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പേര് പറയേണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ സ്ഥലമെന്ന് പറയുന്നത് ജനിച്ച ബേത്തൽഹേമാണ്, 2 വളർന്ന നസറേത്താണ്, 3 സ്നാനമേറ്റ യോർദാനാണ്, 4 പിന്നീട് അവിടുന്ന് ജീവിച്ചു വന്ന കഫർനഹൂമാണ്, പിന്നീട് ഗത്സമനാണ്, പിന്നെ ഏറ്റവും ഒടുവിൽ ഗബഥ ആണ്, പിന്നീട് ഗോൽഗോഥ ആണ്. അപ്പം ഇതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വാക്യമെന്ന് പറയുന്നത് യോഹന്നാൻ 1:46, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നിങ്ങൾ ഈ നസ്രത്തിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ആ നാടിൻ്റെ മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ കാര്യമൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ പലസ്തീനിൽ 3 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്, 3 ജില്ലകളാണ് ഉള്ളത്. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ 3 കൗണ്ടികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. 3 കൗണ്ടികളാണുള്ളത്, 3 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. അതിലൊന്നാമത്തെ ഡിസ്ട്രിക്റ്റാണ് യഹൂദ എന്ന് പറയുന്നത്, 2 ശമരിയ, 3 ഗലീല. ഇങ്ങനെ 3 ഡിസ്ട്രിക്റ്റുകളാണ്. ഏറ്റവും അങ്ങേയറ്റത്ത് യഹൂദിയയും, നടുക്കായിട്ട് ശമരിയയും, ഏറ്റവും ഇങ്ങേയറ്റത്തായിട്ട് ഈ ഗലീലയുമാണ് കിടക്കുന്നത്. ആ ഗലീലയിൽ തെക്കു ഭാഗത്തുള്ള വളരെ അപ്രധാനമായിട്ടുള്ള ഒരു പട്ടണമാണ് വാസ്തവത്തിൽ ഈ നസ്രത്ത് എന്ന് പറയുന്നത്. ശമരിയ എന്ന് പറയുന്ന ആ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ അറിയണം. ഇവർ ഈ അശൂർ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ജാതികളുമായി ഇടകലർന്നു, അവരങ്ങ് സങ്കരയിനമായി പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? തനിമയാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. തനിമയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിശേഷത. എന്നാൽ ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ഇവർ ഈ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവിടെയുള്ളവരെ വിവാഹം കഴിച്ചു, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തുകൊണ്ട് ഇവർ സങ്കരയിനമായി പോയി. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ സങ്കരയിനമായപ്പോൾ ഈ ആരാധനയും അവരുടെ സംസ്കാരവും മാറാൻ തുടങ്ങി. ഞാൻ ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ആ കാര്യം പറഞ്ഞായിരുന്നു. കൾച്ചർ മാറാൻ 3 കാര്യങ്ങൾ മാറിയാൽ മതി. 1 പേര് മാറുക, 2 ഭക്ഷണം മാറുക, 3 ഭാഷ മാറുക, ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം, 4 ആരാധന മാറുക. ഇത്രയും കാര്യങ്ങൾ മാറിയാൽ ഒരാൾ ടോട്ടലി ചേഞ്ച് ആകുകയാണ്. നിങ്ങളെപ്പോഴും അറിയണം പ്രിയപ്പെട്ടവരെ, ഈ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത് എന്ന് ബൈബിൾ പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചോണം. വിവാഹം കഴിക്കുന്നെങ്കിൽ ബൈബിൾ നിഷ്കർഷയായിട്ട് പറയുന്നു, രക്ഷിക്കപ്പെട്ടവനുമായി മാത്രമേ ആകാവൂ. ഒന്നിച്ച് പറ, ആരുമായിട്ടേ ആകാവൂ? രക്ഷിക്കപ്പെട്ടവനുമായി മാത്രമേ ആകാവൂ. ഒരിക്കലേ ഞാൻ നാട്ടിൽ മെഡിസിന് പഠിക്കുന്ന മെഡിസിൻ കഴിഞ്ഞ് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയും 10ാം ക്ലാസ് തോറ്റുപോയി ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് പ്രണയത്തിലായി, ഒരാളുമായി പ്രണയത്തിലായി. ഒടുവിൽ ഈ അമ്മ എന്നെ വിളിച്ചു, എൻ്റെ ഏതോ ഒരു പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, പാസ്റ്ററെ മോളോടൊന്ന് സംസാരിക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു സംസാരിക്കുക. അപ്പോൾ ഈ മോളുള്ളപ്പോൾ അമ്മ വിളിച്ചു, മോടെ ഈ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിൻ്റെ എഡ്യൂക്കേഷൻ എന്താണെന്നറിയാമോ? അറിയാം. ആ പറയുന്ന പാർട്ടിയുടെ എഡ്യൂക്കേഷൻ എന്താണെന്നറിയാമോ? അറിയാം. ഇതെങ്ങനെ ശരിയാകുന്നു? ഇവളെന്നോട് ചോദിക്കുക, പാസ്റ്ററെ ഒരു ആത്മാവിനെ രക്ഷിക്കുന്ന കാര്യമല്ലയോ എന്ന്. എടാ, ആത്മാവിനെ രക്ഷിക്കാൻ കർത്താവിന് പല കാര്യപരിപാടികളുണ്ട്. നീ പ്രണയിച്ച സഭയ്ക്കകത്തോട്ട് ആത്മാക്കളെ കൊണ്ടുവരണ്ട. മനസ്സിലായെന്ന് അറിയത്തില്ല, ട്രാൻസ്ലേഷൻ വേണമായിരുന്നില്ലയോ? സ്തോത്രം. വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പ്രേമിച്ച് ആത്മാവിനെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യപരിപാടിയും ബൈബിളിനകത്തില്ല. ബൈബിളിൻ്റെ രക്ഷണ്യ സുവിശേഷത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗമാണ്. പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അല്ലാതെ പ്രണയിച്ചു കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ആത്മാക്കളെ വളർത്തേണ്ട കാര്യമൊന്നും ദൈവസഭയ്ക്ക് തൽക്കാലമില്ല. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയല്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് സങ്കരയിനമായി പോകുക. ഇങ്ങനെയുള്ള ഈ ഇണയില്ലാപ്പണകൾ കൂടിയാലുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? നമ്മുടെ ആരാധനകൾ ഇടകലർന്നു പോകും. ആരാധനകൾ ഇടകലരും, പിന്നീട് അതങ്ങ് വല്ലാത്ത വിധത്തിൽ വ്യതിചലിച്ചു പോകും. ഇവിടെ ശമരിയയ്ക്ക് അതാണ് പറ്റിയത്. അതുപോലെ തന്നെ ഈ ഗലീല എന്ന് പറയുന്ന ഈ നാടും
ഏതാണ്ട് ഒരു ഇടകലർന്ന സമരിയ ദേശം പോലെ ഇടകലർന്ന ഒരു ദേശമാണ്. അതിനൊരു ഉദാഹരണം ഞാൻ വാക്യത്തിൽ നിന്ന് തരാം. മത്തായി സുവിശേഷം 4-14 വാക്യം, മാത്യു 4:14. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാനക്കരയുമുള്ള നാടും പറഞ്ഞു ജാതികളുടെ ഗലീലൈ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ജാതികളുടെ ഗലീലയും. ആ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ജാതികളുടെ ഗലീല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇടകലർന്ന ജനമായി ഈ ജനം മാറിയപ്പോൾ അവിടുത്തെ സ്പിരിച്വൽ ക്ലൈമറ്റിനകത്ത് തന്നെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായി. എന്താണ് അവിടുത്തെ സ്പിരിച്വൽ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം? 15 വാക്യം നോക്കി. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ സ്പിരിച്വൽ ക്ലൈമറ്റ് എന്തായിരുന്നു? ഇരുട്ടായിരുന്നു. അടുത്ത വാക്ക് കണ്ടോ? മരണത്തിൻ്റെ ദേശത്തിൽ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആ ക്ലൈമറ്റ് കണ്ടോ? മരണം വ്യാപരിച്ചു, മരണത്തിൻ്റെ നിഴൽ വ്യാപരിച്ചു. എന്നിട്ട് ആ ഒരു ജനതയെ കർത്താവ് വിടിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പം ഗലീല വളരെ പ്രശ്നമുള്ള ഒരു നാടാണ്. സ്തോത്രം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ആ ഗലീലയുമായി ബന്ധപ്പെട്ട് നസ്രത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ചോദ്യം, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അതായത് ഈ നസ്രത്തുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ബാക്ക്ഗ്രൗണ്ടുകളോടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു ചെറിയ നിസ്സാരമായ ഗ്രാമമാണ്. മറ്റൊന്ന്, ഗലീലയിൽ തന്നെ, ഗലീല അവഗണിക്കപ്പെട്ട ഒരു നാടാണ്, ഗലീലയിൽ തന്നെ അവഗണിക്കപ്പെട്ട ഒരു പട്ടണമാണ് ഈ നസ്രത്ത് എന്ന് പറയുന്നത്. അവിടെ മതപരമായി ഒരു പ്രാധാന്യതയുമില്ല, രാഷ്ട്രീയപരമായി ഒരു പ്രാധാന്യതയുമില്ല. അവിടെ പ്രസിദ്ധരായ ഒരു പ്രവാചകന്മാരും വന്നിട്ടുമില്ല. പ്രസിദ്ധമായ പ്രവചനങ്ങൾ പലതും അവിടെ നിന്ന് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഈ നസ്രത്തിൽ നിന്ന് ഒരനുഗ്രഹം പ്രതീക്ഷിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുമാത്രമല്ല, അവരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. യോഹന്നാൻ 7:52, ജോൺ 7:52. അവിടെ വായിക്കുന്നു, അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, വളരെ അപ്രസക്തമാണ്, അവിടെ നിന്ന് ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിപ്പോസ് എന്ന നഥനയേലിനോട് പറയുക, വാ, നസ്രത്തിൽ നിന്ന് വന്ന ഒരുവൻ, അവൻ മശിഹയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, നഥനയേൽ ചോദിക്കുകയാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അർത്ഥാൽ മശിഹയെ നസ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. എന്താ അതിൻ്റെ കാരണം? മത്തായി 2:4 വാക്യത്തിൽ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു, യഹൂദയിലെ ബേത്തൽഹേമിൽ തന്നെ. യഹൂദയിലെ ബേത്തൽഹേമിൽ തന്നെ. അത് മീഖയുടെ പ്രവചനം 5-2 വാക്യമാണ്. യഹൂദയിലെ ബേത്തൽഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായി ഇസ്രയേലിനെ മേയിപ്പാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അപ്പം എവിടെ നിന്നാണ് മശിഹ വരേണ്ടത്? ബേത്തൽഹേമിൽ നിന്നാണ് മശിഹ വരേണ്ടത്. അതാണ് പ്രവചനം. സ്തോത്രം, ഹല്ലേലൂയ. അത് യോഹന്നാൻ 7:41-42 എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്തൽഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലയോ? അപ്പോൾ എവിടുന്നാണ് ക്രൈസ്റ്റ് വരേണ്ടത്? ബേത്തൽഹേമിൽ നിന്നാണ് ക്രൈസ്റ്റ് വരേണ്ടത്. പക്ഷെ ഇപ്പൊ പറയുകയാണ്, എവിടുന്ന് വരുന്നു? നസ്രത്തിൽ നിന്ന് വരുന്നു. അതാണ് ഇവിടെ ചോദ്യം, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സംസ്കാരമനുസരിച്ചും പാരമ്പര്യമനുസരിച്ചും നസ്രത്തിൽ നിന്നും മശിഹ വരുന്നില്ല. ഇതാണ് നഥനയേലിൻ്റെ പ്രശ്നം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ പട്ടണത്തിൽ നിന്ന് മശിഹ വരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ചോദ്യം, പ്രവചനമില്ലാത്ത, ദൂതില്ല എന്ന് പറയുന്ന ഇടത്ത് നിന്ന് എങ്ങനെയാണ് മശിഹ വരുന്നത്? ദൂതില്ല എന്നുള്ളത് നിങ്ങളുടെ ചിന്താഗതിയാണ്. മത്തായി സുവിശേഷം 2:23 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഒരു ദൈവശബ്ദം. സാംസ്കാരികമായി സാധ്യതയില്ല, ഭൂമിശാസ്ത്രപരമായി സാധ്യതയില്ല, പാരമ്പര്യപരമായി സാധ്യതയില്ല. പക്ഷേ ഒരു ദൈവശബ്ദം. ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തിൽ ഒരു ദൂത് പറയട്ടെ. നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ
നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സാധ്യതയും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സാധ്യത തുറക്കുന്നത് നിങ്ങളുടെ സംസ്കാരമല്ല, നിങ്ങളുടെ സാധ്യത തുറക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസമല്ല, നിങ്ങളുടെ സാധ്യത തുറക്കുന്നത് നിങ്ങൾ ജനിച്ചു വളർന്ന പാരമ്പര്യമല്ല. നിങ്ങളുടെ സാധ്യത തുറക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന ദൈവ ശബ്ദമാണ്. ആമേൻ. ഒരു ദൈവ ശബ്ദം വീണിട്ടുണ്ടെങ്കിൽ ആ ദൈവ ശബ്ദത്തിന് ഒരു നിവർത്തി ഉണ്ടാകും. വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്? അങ്ങനെയുള്ളവരെ കരമൊന്ന് ഉയർത്തി പിടിച്ചോ, ആ കരമൊന്ന് ഉയർത്തി പിടിച്ചോ. ഞാൻ നിങ്ങളെ നോക്കി ഈ ആരാധനയിൽ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, നിങ്ങളുടെ മേൽ ഒരു വാഗ്ദത്തം വീണിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ ഒരു ദൂത് വീണിട്ടുണ്ടെങ്കിൽ അതിന് നിവർത്തി ഉണ്ട്. ഓ ഹല്ലേലൂയ. എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ കേട്ട എല്ലാ വാഗ്ദത്തങ്ങളും പറ്റുമെങ്കിൽ വിശ്വാസത്താൽ ആ വാഗ്ദത്തങ്ങളെ എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്തോ. നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. മറന്നതാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതാവാം. എന്നാലും ദൈവം പറഞ്ഞതായതുകൊണ്ട് ദൈവം പറഞ്ഞ എല്ലാ ദൈവ ശബ്ദങ്ങൾക്കും ഒന്ന് സ്തോത്രം ചെയ്തോ. എൻ്റെ തലമുറയെക്കുറിച്ച് പറഞ്ഞ ദൂതിന് സ്തോത്രം, എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ ദൈവ ശബ്ദങ്ങൾക്ക് നന്ദി, എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ ദൈവ ശബ്ദത്തിന് സ്തോത്രം, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞ എല്ലാ ദൈവ ശബ്ദങ്ങൾക്കും ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്താൽ പറഞ്ഞോ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആ വാഗ്ദത്തങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് ഞാൻ ഒരു കാര്യം പറയാം. മത്തായി 1:23 നോക്കണേ. അവിടെ വായിക്കുന്നു, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. കണ്ടോ, പ്രവാചകൻ എന്താണോ പറഞ്ഞത് അതെല്ലാം നിവർത്തിയാകും. ഒന്ന് പറഞ്ഞേ, പ്രവാചകൻ പറഞ്ഞതിന് നിവർത്തി ഉണ്ടാകും. മത്തായി 2:15, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. ഞാൻ പറയട്ടെ, ഒരു ദൂത് വീണിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിയാകും എന്ന് മാത്രമല്ല, നിവർത്തിയാകുവാൻ സംഗതി വരും. ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ കണക്ഷനുകളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം അങ്ങനെ തിരിക്കും. കാരണം ഒരു വാഗ്ദത്തം വീണിരിക്കുന്നു, ഒരു അരുളപ്പാട് വീണിരിക്കുന്നു. മത്തായി 2:18 നോക്കിക്കേ. എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിവർത്തികൾ ഉണ്ടാകും. മത്തായി 4:16, അപ്പോസ്തല പ്രവൃത്തി 3:21. ഈ വാക്യങ്ങൾ മാറി മാറി വായിച്ചു നോക്കേ. ദൈവം എന്താണോ പറഞ്ഞത്, ദൈവം എന്താണോ അരുളി ചെയ്തത്, ദൈവം അരുളി ചെയ്തതിനെല്ലാം നിവർത്തി ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാലെ കൂട്ടി കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോസ്തല പ്രവൃത്തി 3:21 പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന ഒരു കാലം വരും. ഒന്നുകൂടെ, ലോകാരംഭം മുതൽ. എല്ലാവരും കൂടെ പറഞ്ഞേ, എന്ന് മുതലാ? ലോകാരംഭം മുതൽ. അപ്പൊ ലോകാരംഭം മുതൽ ദൈവത്തിന്റെ കാര്യപരിപാടി എന്താ? ദൈവം തന്റെ പ്രവാചകന്മാരെ ഉപയോഗിച്ച് ദൈവം സംസാരിച്ചു കൊണ്ടേയിരിക്കും. എബ്രായ ലേഖനം 1:1 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുക പ്രിയരെ, നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഈ സംസാരത്തെ നിങ്ങൾ തിരിച്ചറിയണം. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് നമ്മുടെ കർത്താവ് നമ്മളെ അറിയിച്ചു തരും. അതിന്റെ പേരാണ് വാഗ്ദത്തം. ഞാൻ വീണ്ടും പറയാം, എന്താണ്? പൂർവകാലത്ത് തന്നെ. പറ, ഒന്നുകൂടെ പറ. സ്തോത്രം. ദൈവം അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും. ദൈവത്തിന്റെ രീതിയാ. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിച്ചു തരും.
ഈ നമ്മുടെ ഒരു ചിന്ത അനുസരിച്ച്, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ പ്രാപ്തിക്കും അനുസരിച്ച് ആ പ്രവാചകൻ പറയുന്നതെങ്കിൽ നമ്മൾ സ്വീകരിക്കും. അതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ പറയും തള്ളുമായിരുന്നു. ചുമ്മാ പ്രവാചകൻ തള്ളി മറിക്കുകയായിരുന്നു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തള്ള അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. പുള്ളി ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ നിർജീവം, പ്രാക്ടിക്കലി ഡെഡ് എന്നാ ചില ഭാഷാന്തരങ്ങൾ പറയുന്നു. അബ്രഹാമിന്റെ ശരീരവും സാറയുടെ ശരീരവും പ്രാക്ടിക്കലി ഡെഡാ. ആ ശരീരത്തെ നോക്കിയിട്ട് പറയുക, അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ ഭാര്യ നിനക്കൊരു സന്തതിയെ പ്രസവിക്കും. നമ്മളാണെ പറഞ്ഞതിന് തള്ളല്ലേ, തള്ളല്ലേ. എടാ, പറഞ്ഞ ദൈവമാണെങ്കിൽ, ഓ എത്ര പേരെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞത് ദൈവമാണെങ്കിൽ ചോദ്യം ചെയ്യാതെ കയറി പിടിച്ചോണം. ദൈവമാണ് എന്നോട് സംസാരിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിന്റെ രാമൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് ദൈവമാണ്. ദൈവമാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ ബുദ്ധിക്ക് അത് കയറി പിടിക്കാൻ പറ്റത്തില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിനോട് ദൈവം പറയുക, ഞാൻ എൽ ഷദ്ദായി ആണ്. ഞാൻ എൽ ഷദ്ദായി ആണ്. എൽ ഷദ്ദായി പറയുന്നത്. എൽ ഷദ്ദായിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? മരിച്ചതിനെ ജീവിപ്പിക്കും. കർത്താവിന് ഒത്തിരി നാമങ്ങളുണ്ട്. അവിടുത്തെ ഒരു നാമമാണ് ആമേൻ യാഹ്വേ എന്ന് പറയുന്നത്. അതിനൊത്തിരി കോമ്പൗണ്ട് നെയിംസ് ഉണ്ട്. യഹോവ ജൈറേ, യഹോവ ശബായോത്ത്, യഹോവ ശമ്മ, യഹോവ സിദ്ദഖനു, യഹോവ ജൈറേ. ഒരുപാട് കോമ്പൗണ്ട് നെയിംസ് ഉണ്ട്. അതുപോലെ കർത്താവിന്റെ ഒരു നാമമാണ് എലോഹീം എന്ന് പറയുന്നത്. എൽ എലോഹീം, ആമേൻ, എൽ എലോഹീം. ആ എൽ എലോഹീം എന്ന് പറയുമ്പോൾ അതിൽ അതിന്റെ കോമ്പൗണ്ട് നെയിമാണ് എൽ ഷദ്ദായ്, എൽ എല്യോൺ എന്നൊക്കെ പറയുന്നത്. കർത്താവിന് പറയാൻ വേറെ ഒരുപാട് പേരുണ്ടായിരുന്നേ. പക്ഷേ അബ്രഹാമിന്റെ വിഷയത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ എൽ എല്യോൺ എന്നല്ല, ഞാൻ യഹോവ ജൈറേ എന്നല്ല, ഞാൻ യഹോവ നിശി എന്നല്ല, ഞാൻ യഹോവ സിദ്ദഖനു എന്നല്ല, ഞാൻ യഹോവ റാഫ എന്നല്ല, ഞാൻ യഹോവ റോഫി എന്നല്ല, ഞാൻ എൽ ഷദ്ദായ്. നിർജീവത്വമുള്ള നിന്റെ ശരീരത്തിന്റെ അകത്ത് ഒരു ജീവനെ വെച്ച് തരാൻ എനിക്ക് കഴിയും. ഞാൻ എൽ ഷദ്ദായി ആണ്. ഇന്ന് പകൽ പറയട്ടെ, ആ വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്ക്. പാസ്റ്റർ സാമുവൽ വിൽസൺ പാടിയൊരു പാട്ടുണ്ട്, നൽകും വാഗ്ദത്തങ്ങൾ. ഒന്ന് പഠിക്കേ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ ആമേൻ, വിടുതൽ നൽകും. ആമേൻ ആമേൻ, ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് ആമേൻ. പറഞ്ഞോ, വിടുതൽ നൽകും. ആമേൻ ആമേൻ, വിശ്വാസത്താൽ ആമേൻ പറയും, സ്വന്തത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. വിശ്വാസത്താൽ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ. ഒന്നിച്ച് പഠിക്കേ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. ഒന്നിച്ച് പഠിക്കേ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ, വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്വന്തത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ. ഒരിക്കൽ കൂടെ. വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ ആമേൻ പറയും. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? പഠിക്കേ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. വിശ്വസിക്കേ. ദൈവ ശബ്ദം വീണിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് കർത്താവായത് കൊണ്ട് സംഭവിച്ചിരിക്കും. വാഗ്ദത്തങ്ങൾക്കെല്ലാം ഒന്ന് സ്തോത്രം പറഞ്ഞു. ഞാനിത് പറയുമ്പോണ്ടല്ലോ, എനിക്കിത് പറയാൻ ഭയങ്കര തന്നടോ.
ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലും തേർഡ് സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ കേട്ട ദൈവശബ്ദങ്ങൾ ഓർക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല കുഞ്ഞുങ്ങളും ഇവരൊക്കെ ചിലരൊക്കെ അവരുടെ ബിസിനസ്സിലാണ്. അതുകൊണ്ട് ഒരാൾ പേന എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ അവിടെ ചാഞ്ഞ് കിടക്കുകയാണ്. പ്രൈസിലാണ്, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പലരും പല പരിപാടിക്കകത്ത് ഈ പ്രായത്തിൻ്റെ പ്രത്യേകതയത് ആമേൻ. ഇവർ കളിക്കുന്നുണ്ടെങ്കിലും ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. വീട്ടിൽ ചെന്നിട്ട് പറയും, പാസ്റ്റർ അങ്കിൾ ഇതല്ലേ പറഞ്ഞതെന്ന്. കളി നടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഈ ചർച്ചയിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകന്മാർ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നിന്നെ ഞാൻ രാജ്യങ്ങളിലയക്കും, നിന്നെ ഞാൻ ഭൂഖണ്ഡങ്ങളിലയക്കും. എൻ്റെ വിന്നിപ്പാസ് സെമിനാരിൽ പോയിട്ട് പ്രസംഗിക്കാൻ അറിയാൻ മേലാത്ത പുള്ളിയാ ഞാൻ. എന്നെ നോക്കി രണ്ടാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ, തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ദൂത് പറയുക, നിന്നെ ഞാൻ രാജ്യങ്ങളിലയക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ആരാണെന്ന് കണ്ടിട്ടല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ആരാണെന്ന് കണ്ടിട്ടാ. ദൈവം നമ്മുടെ ഇന്നുകളല്ല കാണുന്നത്, ദൈവം നമ്മുടെ നാളകളാണ് കാണുന്നത്. അത് ദൈവത്തിന്റെ പ്രത്യേകത. മേലാൽ സംഭവിപ്പാനുള്ളത് കർത്താവ് കാലെ കൂട്ടി അങ്ങ് പറയും. കർത്താവ് എന്നെ പണിയാ ഈ 75ാമത്തെ വയസ്സിൽ ഈ മനുഷ്യനോട് സന്തതിയെ തരുമെന്ന് പറഞ്ഞിട്ട് 25 വർഷം ഈ മനുഷ്യനെ കൊണ്ട് കർത്താവേ അത് എന്നാ പണിയാ? സന്തതിയെ കൊടുക്കാനാണ് 99 ചെന്നിട്ട് അതാണ് സമയം, നോ പ്രോബ്ലം, 99 തന്നാ മതി അന്ന് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പരിപാടി അതല്ല, നിന്നെ കൊണ്ട് 25 വർഷം വെയിറ്റ് ചെയ്യിപ്പിക്കും. കാരണം അത് ദൈവത്തിന്റെ പ്രത്യേകതയാ. പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത്. രാമൻ പറഞ്ഞു. ഈ കർത്താവിന്റെ ആലോചനകളൊന്നും ഊഹാപോഹങ്ങളല്ല കേട്ടോ. സ്ത്രീയുടെ സന്തതി ഒരു മകനെ ചിലപ്പോ പ്രസവിച്ചേക്കും, ആണോ? പിന്നെന്തുവാ, ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായി ചിലപ്പോ ഒരു മകനെ പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണോ? അല്ല, പിന്നെ കന്യക ഗർഭിണിയായി ഒരു മകനെ ഒരു ഊഹാപോഹമില്ല. കർത്താവ് അങ്ങ് തീർത്ത് പറയുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മിടുക്ക് നോക്കിയല്ല കർത്താവ് പറയുന്നത്. നാളുകളിൽ നിങ്ങളെ എവിടെ എത്തിക്കണമെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്ലാനിനകത്ത് അങ്ങനെ ഒരു ട്രെയിനിങ് ദൈവം വെച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടി 10 വർഷത്തിന് മുമ്പ്, 15 വർഷത്തിന് മുൻപ്, 20 വർഷത്തിന് മുമ്പ് ദൈവം പറഞ്ഞതാണ്. ഞാൻ ഇവിടെ ഒരു ക്ലാരിറ്റി പറയാൻ ആഗ്രഹിക്കുകയാണ്. ചില ദൂതുകളൊക്കെ ദൈവം കാലെ കൂട്ടി പറയും, എന്നാൽ ചിലതുണ്ടല്ലോ പെട്ടെന്ന് പറയും. കാലെ കൂട്ടിയൊന്നുമല്ല, പെട്ടെന്ന് പറയും. ഈ നോഹ പെട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങി അരാറാത്ത് പർവ്വതത്തിൽ ഈ മനുഷ്യൻ ഒരു യാഗം കഴിച്ചു. ഇതിന്റെ സൗരഭ്യം അങ്ങ് സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് ദൈവം പറയുക, സ്പോട്ടിൽ ദൈവം പറയുക, ഞാൻ ഇനിയും ജലപ്രളയം കൊണ്ട് ഈ ഭൂമി ഒന്നാകെ നശിപ്പിക്കത്തില്ല. സ്പോട്ടിൽ പറയും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ചില ദൂതുകളൊക്കെ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം അങ്ങ് പിടച്ചു വികസിക്കുമ്പോൾ, നിങ്ങളുടെ ആദരം വിതുമ്പുമ്പോൾ, നിങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ കർത്താവിന് തോന്നും ഇവനെ ഇങ്ങനെ നിറച്ചാ പോരാ. പൊടുന്നനെ ചിലത് കർത്താവ് സംസാരിക്കും. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേൻ പറ. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ പറഞ്ഞായിരുന്നു. യോഹന്നാനോട് പറയാൻ ദൂതുണ്ടായിരുന്നു, പക്ഷെ യോഹന്നാൻ മിണ്ടിയില്ല. അത് പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ, പീറ്ററിന് കൊടുത്തൊരു ദൂത്. ബറിയോനെ ശീമോനെ, നീ ഭാഗ്യവാൻ, ഇത് ജഡരക്തം തന്നതല്ല, സ്വർഗസ്ഥനായി പിതാവ് തന്നതാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഓരോ മീറ്റിങ്ങുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊരു പുതിയ ദൈവശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ ഇരുന്നാൽ പൊടുന്നനവേ നിങ്ങളോടുള്ള ദൈവിക കാര്യപരിപാടികൾ ചേഞ്ച് ആകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിനോടൊന്ന് പറ, കർത്താവേ, ഞാൻ ചിന്തിക്കാത്തത്, ഞാൻ സ്വപ്നം കാണാത്തത് എന്നെ നോക്കി, എൻ്റെ തലമുറയെ നോക്കി, എൻ്റെ കുടുംബത്തെ നോക്കി അങ്ങൊന്ന് പറയണമേ. പറയാൻ പറ്റുന്നവരൊക്കെ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചോ. എനിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, എനിക്ക് വിചാരിക്കാൻ കഴിയാത്തത്, ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ലാത്തത് എന്നെ നോക്കി എൻ്റെ ദൈവമേ അങ്ങൊന്ന് പറയണമേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഗലീല തന്നെ അപ്രസക്തം. ഗലീലയിലെ തെക്കേ വശത്തുള്ള പട്ടണം നസറേത്ത് തീർത്തും അപ്രസക്തം. പ്രത്യേകിച്ച് അവിടെ കാര്യമൊന്നുമില്ല. അവിടെ അറിയപ്പെടുന്ന ആരും പുറത്തു വന്നിട്ടില്ല. ആരും അറിയാത്ത ഒരു സ്ഥലത്തെ നോക്കി കർത്താവ് പറയുക, അവൻ നസ്രായനെന്ന്
വിളിക്കപ്പെടും. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. ചിലരെ നോക്കി ഒരു ദൂത് പറയാൻ എൻ്റെ അകത്തൊരു വലിയ നിയോഗമുണ്ട്. ചിലരുടെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾ തികച്ചും അപ്രസക്തനാകാം. ചിലരുടെ കണ്ണിൻ്റെ മുൻപിൽ നിങ്ങൾ ഏറ്റവും ചെറിയവനാകാം. ചിലരുടെ കണ്ണിൻ്റെ മുമ്പിൽ നീ വട്ടപൂജ്യമാകാം. ചിലരുടെ കണ്ണിൻ്റെ മുൻപിൽ നിനക്കൊരു സാധ്യതയും കാണത്തില്ല. എന്നാലും എല്ലാവരും എഴുതി തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾ ദൈവം ഭാഗിയിരുന്ന് വിതുമ്പുന്ന ഒരാളാണെങ്കിൽ ആ എഴുതി തള്ളപ്പെട്ട നിന്നെ നോക്കി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, പലർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു ദൂത് പറയാൻ മനസ്സുള്ളവനാണ് എൻ്റെ കർത്താവ്. ഇന്ന് പകലിൽ ഈ ആരാധനയ്ക്കകത്ത് അത് റിസീവ് ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ അതരത്തിൽ നിന്ന് പ്രാർത്ഥന പുറത്തേക്ക് വരട്ടെ. കർത്താവ്, എന്നെ കുറിച്ച് സംസാരിക്കണേ, എൻ്റെ തലമുറയെക്കുറിച്ച് സംസാരിക്കണേ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കണമേ, നാളുകളെ കുറിച്ച് സംസാരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിക്ഷേപം ഡോളർ അല്ല, നമ്മുടെ നിക്ഷേപം ഷെയർ മാർക്കറ്റ് അല്ല, നമ്മുടെ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് അല്ല, നമ്മുടെ നിക്ഷേപം ഏതോ ബിസിനസ് അല്ല, നമ്മുടെ നിക്ഷേപം വാഗ്ദത്തമാണ്. ബാങ്കിൽ കാശില്ലെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഇല്ലെങ്കിലും, ഷെയർ മാർക്കറ്റിൽ ക്യാഷ് ഇട്ടിട്ടില്ലെങ്കിലും നിന്റെ മേലൊരു വാഗ്ദത്തം വീണിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയും, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അകത്ത് പറയാൻ തോന്നുന്ന ഒരു ദൂതുണ്ട്. സഹോദരങ്ങളെ, ഇവിടുത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥനാ മുറിയിലിരുന്ന് അവൻ്റെ മേലൊരു വാഗ്ദത്തം മേടിക്കാമോ? മെഡിക്കൽ സ്കൂളിൽ വിടണമെന്നുണ്ട്, പക്ഷേ പോരാ. പക്ഷേ അതിന് മുകളിൽ കയറുന്ന ഒരു ദൂത് പ്രാർത്ഥനാ മുറി പ്രാപിക്കാമോ? അത് മതിയെന്ന് തലമുറയുടെ മേൽ, അതും മതി തലമുറയുടെ മേൽ. നമ്മൾ തലമുറയ്ക്ക് വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവസന്നിധിയിൽ തലമുറയുടെ മേൽ പ്രാപിക്കുന്ന വാഗ്ദത്തമാണ്. ഇന്നലെ ഞാൻ അതൊന്ന് തൊട്ടുവിട്ടായിരുന്നു. ദാവീദിനോട് ദൈവം പറയുക, ഇതും പോരാ എന്ന് എനിക്ക് തോന്നുക ദാവീദേ, ഞാൻ വരുവാനുള്ള ദീർഘകാലത്തേക്ക് പറയാൻ പോവാ. നോക്കെ ഒരപ്പൻ വിശ്വസ്തനായപ്പോ ജനിച്ചതിനെ നോക്കി, ജനിക്കാനുള്ളതിനെ നോക്കി കർത്താവ് പറയുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മക്കണ്ണാൽ അത് കാണാൻ കഴിയുമെങ്കിൽ, ഇന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന നിങ്ങളുടെ തലമുറയെ മാത്രമല്ല. ഫിന്നി പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫിന്നി പാസ്റ്ററുടെ കണ്ണിന് വേണ്ടി 2 മക്കളേ ഉള്ളൂ. അവന് 4 വയസ്സുണ്ട് മോനല്ലേ, 4 ആവുന്നു. സ്തോത്രം. ഫിന്നി പാസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും, ബ്ലസ് സിസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും നീ 4 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ. പക്ഷേ കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ഒരു 22 വർഷം ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. ഉദാഹരണം, അവൻ ഒറ്റയ്ക്കല്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമയും പറ. അവൻ ഒറ്റയ്ക്കല്ലെന്നേ. അവന്റെ വലതുവശത്ത് വേറൊരാളിവിടെ കാണും. അതൊന്നും കണ്ടേ. കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ പിന്നെയും 2-3 വയസ്സോടെ ഉണ്ടെങ്കിൽ സ്വതന്ത്രം. 19 ഞാൻ വന്നപ്പോൾ ഞാനും ജോനാഥാനും കൂടെ ഇവിടെ നിന്ന് എടുത്ത ഒരു ഫോട്ടോ ഉണ്ട്. അന്ന് പുള്ളി വളരെ ചെറുതായിരുന്നു, എൻ്റെ ഇത്രയേ ഉള്ളൂ. ഇന്ന് വന്നപ്പോൾ ഞാൻ പുള്ളി ഇങ്ങനെ നോക്കണം, എത്ര പെട്ടെന്നാണ് സമയം മാറുന്നത്. എന്തി താടിയൊക്കെ വെച്ച് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വളരും. ഹലോ, നമ്മുടെ എന്നും 4 കിലോ അല്ല പിള്ളേർ കേട്ടോ. കമാൺ, എന്നും 4 കിലോ അല്ല. അവർ വളരും, അവർക്ക് മുടിയും താടിയൊക്കെ വെക്കും, അവരാളാകും. കേൾക്കുന്നുണ്ടോ? അവരുടെ വലതുവശത്ത് നിന്റെ വലതുവശത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അവരുടെ വലതുവശത്ത് ആള് വരുമെന്ന്. 2-3 വർഷം കഴിയുമ്പോൾ ദൈവം അവർക്ക് തലമുറ തരും. ഇതല്ലേ നമ്മളോടുള്ള വാഗ്ദത്തം. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അടുത്തത്, മക്കളെയും നീ കാണും. അപ്പം നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് മക്കളെ കാണണം. പറഞ്ഞോ, മക്കളെ കാണണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ചില വചനങ്ങൾക്ക് ഹൃദയം തുറന്നൊന്ന് പ്രതികരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മേൽ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ വന്നു കയറാനിരിക്കുന്ന ആ മക്കളുടെ തുണകളുടെ മേൽ, അവരിൽ നിന്ന് ഉത്ഭവിക്കാനിരിക്കുന്ന തലമുറയുടെ മേൽ. ഞാനത് പറയുമ്പോൾ എനിക്ക് വേറെ ദൂത് പറയാൻ തോന്നുക. അബ്രഹാം മൽക്കീസദേക്കിന് ടൈത്ത് കൊടുത്തു കേട്ടോ.
അബ്രഹാം മൽക്കീസദേക്കിന് ടൈത്ത് കൊടുത്തു. ആമേൻ. എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുക, വിശ്വാസത്താൽ അബ്രഹാം ദശാംശം വാങ്ങുന്ന ലേവിയോടൊപ്പം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. ലേവി അന്ന് അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പം കൊടുത്തപ്പോ ആമേൻ, 4ാം തലമുറയുടെ വിടുതലായിട്ട് കർത്താവ് അത് കുറിച്ചിട്ടെങ്കിൽ ഇന്ന് പകൽ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാ, നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ ഞെരങ്ങുമ്പോൾ, നിങ്ങൾ വിതുമ്പുമ്പോൾ, നിങ്ങൾ ആത്മഭാരം കൊണ്ട് നിറയുമ്പോൾ, നിങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി മഹത്വത്താലും വീര്യത്താലും നിറയുമ്പോൾ, ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ ഈ കണ്ണുനീര്, നിങ്ങളുടെ ഈ ആത്മഭാരം നിങ്ങളുടെ 1ാം തലമുറയിൽ മാത്രമല്ല, നിങ്ങൾ കാണാത്ത നിങ്ങളുടെ 2ാം തലമുറയിലേക്ക്, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ 3ാം തലമുറയിലേക്ക് കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ കാലമുണ്ടെങ്കിൽ നിങ്ങളുടെ 4ാം തലമുറയിലേക്ക് ദൈവം അതിനെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞത് അത് ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. കേൾക്കുന്നുണ്ടെങ്കിൽ ശക്തിയോടെ ഒരു ആമേൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ആർക്കും വിലയില്ലാത്ത ഒരാളായിരിക്കും, നിങ്ങളിപ്പോൾ വലിയ വാല്യൂ ഒന്നും കിട്ടാത്ത ഒരാളായിരിക്കും. പക്ഷെ വിതുമ്പുന്ന ഒരു ഹൃദയം ഉണ്ടെങ്കിൽ കർത്താവ് നിന്നെ നോക്കി സംസാരിക്കും. നസ്രത്തിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആ നസ്രത്തിനെ നോക്കി കർത്താവ് സംസാരിച്ചു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. എനിക്കിവിടെ രസകരമായി തോന്നിയൊരു കാര്യം എന്നാണെന്നറിയാം ബീജയ, ഈ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്നൊരു പ്രവചനം. നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? യേശു യോർദാനിൽ ചെന്ന് സ്നാനമേറ്റ് മരുഭൂമിയിൽ പോയി ഉപവസിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്ന് ശുശ്രൂഷ തുടങ്ങുമ്പോഴാണ്. പക്ഷെ കർത്താവ് ഈ വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ വേണ്ടി പരിപാടി തുടങ്ങിയത് എത്ര കാലം മുമ്പാണെന്നറിയോ? ഗബ്രിയേൽ ദൂതനെ അയച്ചു 30 വർഷത്തിന് മുമ്പ് നസ്രേത്തുകാരി മറിയയുടെ അടുക്കൽ. അങ്ങനെ വായിക്കുന്നത് മറിയ നസ്രേത്തുകാരിയ. ലൂക്കോസ് 1:26. 6ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. എവിടെ അയച്ചു? കന്യകയുടെ എപ്പോ 30 വർഷത്തിന് മുമ്പ്. 30 വർഷത്തിന് മുമ്പ്. ആമേൻ. ഇനി ലൂക്കോസ് 2:4 നോക്കിയേ. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകെ കൊണ്ട് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണം വിട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചേ, നസ്രത്തുകാരി ഒരു പെങ്കൊച്ചിനെ തൊട്ടു, നസ്രത്തുകാരൻ ഒരു മനുഷ്യനെ തൊട്ടു. എന്തിനാണെന്നറിയോ? 30 വർഷത്തിനപ്പുറത്ത് ഒരുവനെ നസ്രായൻ എന്ന് വിളിക്കാൻ. നമ്മൾ പറയുന്ന കർത്താവ് ഒത്തിരി വാഗ്ദത്തം ഉണ്ടായിരുന്നല്ലോ, ഞാനൊന്നും കാണുന്നില്ല. ഞാൻ ഈ വാഗ്ദത്തങ്ങളുടെ ചലനമൊന്നും കാണുന്നില്ല. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത്, വർഷങ്ങൾക്കപ്പുറത്ത്, പതിറ്റാണ്ടുകളുടെ അപ്പുറത്ത് ദൈവം ആരെയൊക്കെയോ തൊട്ടിട്ടുണ്ട്. ദൈവം എവിടെയൊക്കെയോ ചലനങ്ങൾ അയച്ചിട്ടുണ്ട്. ആ വെളിപ്പാടിൽ ആ കാര്യമൊന്ന് കാണാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ചോ, ആത്മാവിലൊന്ന് പ്രതികരിച്ചോ. ഞാൻ പ്രാപിക്കേണ്ടുന്ന വാഗ്ദത്തം എൻ്റെ അടുക്കൽ എത്താൻ എനിക്ക് കാണാൻ കഴിയാത്ത ഏതൊക്കെയോ മണ്ഡലത്തെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം തൊട്ട് കഴിഞ്ഞു. വെളിപ്പാടിലൊന്ന് കണ്ടേ. നമ്മളിവിടെ ഇരുന്ന് ഭയങ്കര പരാതി പറയുക, വാഗ്ദത്തം എല്ലാം എന്ത് ചെയ്യാ കർത്താവേ, എന്നാ കർത്താവേ എന്നോടിങ്ങനെ കാണിക്കുന്നത്, ഞാൻ എന്നാ പാപം ചെയ്തിട്ടേ കർത്താവേ, എൻ്റെ പ്രാർത്ഥന എന്താ കർത്താവേ കേൾക്കാത്തത്, വാഗ്ദത്തങ്ങൾ ഒരുപാടുണ്ടല്ലോ കർത്താവേ, എല്ലാം ബ്ലോക്കായി കിടക്കുകയാണല്ലോ, ഇതെന്നാ പോരാട്ടാ കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കാര്യപരിപാടിക്കകത്ത് നിനക്കുള്ള വാഗ്ദത്തത്തിൻ്റെ ചലനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു. നിങ്ങൾ വിശ്വാസത്താൽ ഒന്ന് കൺഫസ് ചെയ്യാമോ? എൻ്റെ വാഗ്ദത്തങ്ങളെ ദൈവം തൊട്ട് കഴിഞ്ഞു. ഞാൻ അനുഭവിക്കേണ്ടുന്നതിനെ ദൈവം തൊട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിനകത്ത് പാസ്റ്റർ ഫിന്നി വർഗീസ് ഈ ചർച്ചിന്റെ പാസ്റ്റർ ആകാൻ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, എൻ്റെ പ്രിയരെ സ്തോത്രം, നിങ്ങൾ ഇവിടുന്ന് ഒരു പാസ്റ്ററെ ആഗ്രഹിച്ചപ്പോഴല്ല ദൈവം അതിനുള്ള പരിപാടി ചെയ്തത്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായത്. എങ്ങനെ പാസ്റ്റർ തുടങ്ങി എങ്ങനെ? എത്ര വർഷത്തിന് മുമ്പാ കാനഡയിൽ എത്തിച്ചു? കാനഡയിൽ നിന്ന് ഇവിടെയുള്ള ആരുടെയൊക്കെ കണ്ണിപ്പെട്ടു. പെട്ടതല്ലെന്നേ.
പെട്ടതല്ല, കർത്താവ് കൊണ്ട് കാണിച്ചതാ. പറഞ്ഞതല്ലെന്ന്, നമ്മൾ ചുമ്മാ ആലോചിച്ചതല്ല, കർത്താവ് ആലോചിപ്പിച്ചതാ. നിങ്ങൾ അങ്ങനെ ഒന്ന് ദൈവിക പദ്ധതി കണ്ടേ. അത് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തിയാകാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇതൊക്കെയും പറഞ്ഞോ, ഇതൊക്കെയും. നിബു പാസ്റ്റർ ഇവിടെ ഈ സൂട്ടൊക്കെ ഇട്ട്, ദുബൈയിലല്ലായിരുന്നു, ദുബൈയിലിരുന്ന മനുഷ്യൻ ഇവിടെ ഈ സൂട്ടൊക്കെ ഇട്ട്, ഇപ്പം ഇച്ചിരി സ്ട്രഗിളൊക്കെ കാണുമായിരിക്കും. ഇവിടെ എത്തിക്കാൻ ഇങ്ങോട്ട് വരാൻ വിസയ്ക്ക് പ്ലാൻ ചെയ്തപ്പോഴാണോ ദൈവം പ്ലാൻ ചെയ്ത്? ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത. എവിടെയൊക്കെ തൊട്ടെന്ന്, എവിടെയൊക്കെ തൊട്ടു. നിങ്ങൾ വിശ്വസിക്കേ, നിങ്ങൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്. വിശ്വാസത്താൽ എന്ന് പറയാം, ഞാൻ വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്. എൻ്റെ മിനിസ്ട്രിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു യാസന്മാരെ. 99 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. 99 ഗ്രാജുവേറ്റ് ചെയ്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആര് വിളിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും പഠിച്ചിടത്ത് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ആമേൻ. അവിടെ ഇരുന്നു, രാവിലെ ക്ലാസ് തുടങ്ങും, 4 മണി ക്ലാസ് തീരും. പിന്നെ എന്നാ ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. സ്വതന്ത്രം. മണി അന്ന് എൻ്റെ കയ്യിൽ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു കേട്ടോ. 99 കാര്യം പറയുന്നത്. ഇതുപോലെ ഒരു ഗിറ്റാർ കയ്യിലുണ്ട്, കുറച്ച് പുസ്തകമുണ്ട്. ഇത് മാത്രമാണ് എൻ്റെ സമ്പാദ്യം. ഹല്ലേലൂയ. ഇഷ്ടം പോലെ സമയമുണ്ട്. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, ആര് വിളിക്കുമെന്ന് അറിയത്തില്ല, ആര് സഭ തരുമെന്ന് അറിയത്തില്ല. ആമേൻ. ഞാൻ പറയട്ടെ, വട്ടപൂജ്യമായിട്ട് നിൽക്കുമ്പോഴും ഞാൻ വാഗ്ദത്തത്തിന്റെ വഴിയിലായിരുന്നു. നിങ്ങൾ വിശ്വസിക്കേ, നിങ്ങൾ ഇന്ന് പകലിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങൾ ഉള്ളപ്പോഴും നിങ്ങൾ വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. യോസഫേ, പൊട്ടക്കിണർ ശരി, പൊത്തിഫേറിന്റെ വീട് ശരി. ഞാൻ ഈ പൊത്തിഫേറിന്റെ വീടിനെ കുറിച്ച് പഠിച്ചപ്പോൾ, ആ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന 5 ബിസിനസ്മെന്മാരിൽ ഒരാളായിരുന്നു പൊത്തിഫേർ. ഈ പുള്ളിയെ കൊണ്ടുവന്നത് തട്ടുകട നടത്താനല്ല, യോസഫിനെ വയലിലെ കണക്ക് പറയാനല്ല, ആടിൻ്റെ എണ്ണം നോക്കാനല്ല, ഒരു രാജ്യത്തെ ഭരിക്കാനാ. ഇവൻ ബിസിനസ് പഠിക്കണമെങ്കിൽ ബിസിനസ് അറിയാവുന്നവൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. ഇവിടെ ഇരിക്കുന്ന പലരും ബിസിനസ് തുടങ്ങിയത് എങ്ങനെ? ബിസിനസ് അറിയാവുന്നവരുടെ കൂടെ നിന്നോണ്ടല്ലേ. ഇവനെ ബിസിനസ് പഠിപ്പിച്ച് സ്വതന്ത്രം. ഈ പുള്ളി അവിടെ കൂടിയാണ്. കാരണം പൊത്തിഫേർ ഓക്കെയാണ്, സാഹചര്യം ഓക്കെയാണ്, പുള്ളി അവിടെ നിന്നേന്. കർത്താവിൻ്റെ പ്ലാൻ നിന്നെ പൊത്തിഫേറിന്റെ വീട്ടിൽ സെറ്റ് ചെയ്യാനല്ല. നീ പൊത്തിഫേറിന്റെ വീട്ടിൽ സെറ്റ് ആകുമെന്ന് ദൈവത്തിന് അറിയാം. കർത്താവിന്റെ പ്ലാൻ നിന്നെ അവിടെ സെറ്റ് ചെയ്യിക്കാനല്ല. യോസഫേ, കർത്താവിന്റെ പ്ലാൻ നിന്നെ സിംഹാസനത്തിൽ എത്തിക്കാനാ. നീ പൊത്തിഫേറിന്റെ വീട്ടിൽ ഒതുങ്ങേണ്ട ആളല്ല. അതിന് ദൈവം ആ പൊത്തിഫേറിന്റെ ഭാര്യയെ തൊട്ടു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമയും പറ. ചുമ്മാ അവക്ക് തോന്നി ഒരു തോന്നല്, സെറ്റാകേണ്ടവനെ അവിടെ നിന്ന് ഇളക്കി. അവനെ ഇളക്കി കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്നു. നമ്മൾ ചോദിക്കുക, അതെന്നെ വഴിയാ കർത്താവേ? വേറൊരുത്തന്നെ അവിടെ വന്നില്ലേ, അപ്പക്കാരുടെ പ്രമാണി. ദൈവത്തിന്റെ വഴി കണ്ടോ? കണക്ഷൻ കണ്ടോ? കൊല്ലാൻ പിശാച് പ്ലാൻ ചെയ്തതാ പൊട്ടക്കിണറ്റിൽ. കർത്താവ് പറഞ്ഞു, കൊല്ലത്തില്ല, ഞാൻ കച്ചവടക്കാരെ കൊണ്ടുവരാം. കൊല്ലാൻ പ്ലാൻ ചെയ്തെടുത്തുനിന്ന് അടുത്ത കണക്ഷൻ അവിടുന്ന് നിങ്ങൾ അവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയൊക്കെ ഒതുക്കി കളയാൻ പ്ലാൻ ചെയ്തോ അവിടെയെല്ലാം ദൈവം അടുത്തൊരു കാര്യം ചെയ്തു. പൊട്ടക്കിണറ്റിൽ ഒതുക്കാനാണ് ശ്രമിച്ചത്, ദൈവം കച്ചവടക്കാരനെ കൊണ്ടുവന്നു. പൊത്തിഫേറിന്റെ വീട്ടിൽ ആമേൻ അപമാനിച്ചിടാനാ ശ്രമിച്ചത്, പക്ഷെ ദൈവം അവനെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒരാമേ പറ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും നിങ്ങൾ വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചോ. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്.
ആത്മാവിൽ ആ വചനത്തിന് ഒരാമേൻ പറഞ്ഞ് നിങ്ങളൊന്ന് റിസീവ് ചെയ്തോ. ഞാൻ വാഗ്ദത്തത്തിന്റെ വഴിയിൽ തന്നെയാണ്. പൊത്തിപ്പേറിന്റെ ഭാര്യയ്ക്ക് എന്നെ അപമാനിച്ച് ഒതുക്കിയിടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പിശാച് അവിടെ പെടുത്തിക്കളയാമെന്ന് ചിന്തിച്ചത്. പക്ഷെ ദൈവം അവനെ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തു. നിന്നെ പെടുത്താൻ പ്ലാൻ ചെയ്ത ഇടത്തു നിന്നല്ല, ഒരു കഴുകൻ അതിന്റെ കുഞ്ഞിനെ അതിന്റെ ചിറകിൻ മീതെ അതിനെ വഹിച്ച് പുറത്ത് കൊണ്ടുവരുന്നത് പോലെ കർത്താവ് നിന്നെ വഹിച്ച് പുറത്ത് കൊണ്ടുവരികയായിരുന്നു. ഇന്ന് പകലിൽ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുക, ഇല്ലില്ല അങ്ങനെയുള്ള പൊളിറ്റിക്കൽ തന്ത്രങ്ങൾക്ക്, ചില ഹിഡൻ അജണ്ടകൾക്ക്, നിനക്കെതിരെ ഇരുട്ടറകളിൽ പ്ലാനിങ് നടത്തുന്ന ചില പ്ലാനിങ്ങുകൾക്ക് നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിന്നെ തളച്ചിടാൻ പറ്റത്തില്ല. ഇതൊരു ദൂതാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലെന്ന് സ്തോത്രം ചെയ്തോ. പറയാൻ പറ്റുന്നവർ അഭിഷേകത്തിൽ എന്ന് പറ. എന്നെ തളച്ചിടാൻ പറ്റത്തില്ല, എന്നെ ഒടുക്കിക്കളയാൻ പറ്റത്തില്ല. പൊത്തിപ്പേറിന്റെ ഭാര്യയെ നീ നോക്കിയാൽ നടക്കത്തില്ല. പൊട്ടക്കിണറ്റിനകത്ത് കല്ലിട്ട് തകർക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. കൊല്ലാൻ നോക്കിയാൽ നടക്കത്തില്ല. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ദൈവം അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരും. ചിലരെ നോക്കി ഞാൻ ദൂത് പറയുക, നീ ഇപ്പോൾ അനുഭവിക്കുന്ന സകല സ്ട്രഗിളുകളിൽ നിന്നും നിന്നെ ദൈവം പുറത്ത് കൊണ്ടുവരും. കാരണം നിന്റെ മേൽ വീണ ഒരു ദൈവ ശബ്ദമുണ്ട്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും ദൈവം നിങ്ങളെ വാഗ്ദത്തത്തിന്റെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. കേൾക്കുന്നവർക്ക് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ. ചിലര് നിങ്ങളെ മുൻവിധിയോടുകൂടിയാണ് കാണുന്നത്. നിങ്ങളുടെ പഴയ പരാജയം, നിങ്ങളുടെ ഭൂതകാലം, നിങ്ങളുടെ ജന്മസ്ഥലം, നിങ്ങൾ ജനിച്ച വീട്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അസാധ്യതകൾ, അതെല്ലാം നോക്കിയാണ് അവർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. നമ്മുടെ ഫ്യൂച്ചർ അതൊന്നുമല്ല. നമ്മുടെ ഫ്യൂച്ചർ അതൊന്നുമല്ല. എത്ര പേര് ആത്മാവിൽ പറയും, എൻ്റെ ഫ്യൂച്ചർ അതൊന്നുമല്ല. എൻ്റെ ഫ്യൂച്ചർ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലാണ് കിടക്കുന്നത്. ഒന്നുകൂടെ എൻ്റെ ഫ്യൂച്ചർ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനകത്താണ് കിടക്കുന്നത്. എൻ്റെ ഭാവിയെല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന്, എൻ്റെ ഭാവി എല്ലാം എൻ്റെ ദൈവമറിയുന്നു എന്ന് പൂർണ്ണ സമാധാനമോട് നാൾ മുഴുവൻ പാടിയിടും ഞാൻ. മുൻപിലൊരു ചോടു മാത്രമീട കാണുന്നു ഞാൻ. ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഗീതം. ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഗീതം. അടുത്ത ചോടറിയാതെ ഇരിപ്പതെന്തനുഗ്രഹം. തനിച്ചെന്നെ നടത്താതെ വലതുകൈ പിടിച്ചിടും. മുൻപിലൊരു ചോടു മാത്രമീട കാണുന്നു ഞാൻ. ആയതു മതിയെനിക്ക് ശേഷമെല്ലാം. നമ്മുടെ ഭാവി മന്ത്രവാദിയുടെ കയ്യിലല്ല. നമ്മുടെ ഭാവി ഏതോ പാരമ്പര്യക്കാരന്റെ കയ്യിലല്ല. നമ്മുടെ ഭാവി ഏതോ ദുർഭൂത സ്വാധീനങ്ങളുടെ കയ്യിലല്ല, കർത്താവിന്റെ കയ്യിലാണ്. അടുത്ത ചോട് എന്താന്ന് ഇപ്പം നിനക്കറിയത്തില്ല, അതും ഒരു അനുഗ്രഹമാ. അടുത്ത ചോട് അറിയാതെ ഇരിപ്പതെന്ത് അനുഗ്രഹം. തനിച്ചെന്നെ നടത്താതെ എൻ്റെ കർത്താവ് എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുക, സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ നിന്റെ വലങ്കയിൽ കർത്താവുണ്ട്.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തു. കാരണം എൻ്റെ മേലൊരു വാഗ്ദത്തം വീണിരിക്കുക. എനിക്കറിയത്തില്ല, അങ്ങനെ ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ പറ്റുന്നവർ ശക്തിയോടൊന്ന് പ്രതികരിച്ചോ. ഒരു ദൈവശബ്ദം വീണിട്ടുണ്ട്, ഒരു ദൈവശബ്ദം വീണിട്ടുണ്ട്. നദനയേലെ നിന്റെ മുൻവിധികളെ തകർക്കും. നദനയേലെ നിന്റെ മുൻവിധികളെ തകർക്കും. നീ പറയായിരിക്കും ഇവിടുന്നൊന്നും വരത്തില്ലെന്ന്, പക്ഷെ ദൈവം എന്നേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. എനിക്ക് ദൂത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നേരമില്ല, ഞാനങ്ങ് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ചില പഴഞ്ചൊല്ലുകളെ ദൈവം പൊളിക്കും. അത് വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. യെഹെസ്കേൽ 12:23 അതുണ്ട്. അതാ പറയുന്നത്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇനി ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രയേലിൽ ഇനി ഒരു പഴഞ്ചൊല്ലായി അത് ഉപയോഗിക്കത്തില്ല. കാലവും സകല ദർശനത്തിന്റെ നിവർത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കുക. ചിലരെ നോക്കി ഞാൻ പറയട്ടെ, ഇനി നീ ഒരു പഴഞ്ചൊല്ലല്ല കേട്ടോ. ആത്മാവിലൊന്ന് പ്രതികരിക്കാമോ? ഞാൻ ഇനി ഒരു പഴഞ്ചൊല്ലായിരിക്കത്തില്ല. എത്ര പേര് പറയും ഞാൻ ഇനിയും ഒരു പഴഞ്ചൊല്ലായിരിക്കത്തില്ല? പലരും എന്നെക്കുറിച്ച് ഒത്തിരി പഴഞ്ചൊല്ല് പറഞ്ഞു. ഞാൻ എൻ്റെ കാതി കേട്ടിട്ടുണ്ട്. നീ ഗുണം പിടിക്കത്തില്ലെന്ന്, നീ നന്നാകത്തില്ലെന്ന്, ഈ കുടുംബത്തിനകത്തുനിന്ന് നീ പുറത്തു വരത്തില്ലെന്ന്, ആ ദേശത്തുനിന്ന് നീ പുറത്തു വരത്തില്ലെന്ന്, ആ അപ്പൻ്റെ മോനല്ലേ, ആ അപ്പൻ്റെ മോളല്ലേ, നീ തല ഉയർത്തത്തില്ലെന്നൊക്കെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കാൻ പോകുക. കാരണം നിന്റെ മേലൊരു ദൂത് വീണിരിക്കുന്നു, നിന്റെ മേലൊരു ദൂത് വീണിരിക്കുന്നു. ഒരു റിസൾട്ടും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ നസ്രേത്ത് നന്മയുടെ ഒരു സ്ഥലമായി ദൈവം തിരിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇനി നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുകയല്ല, എൻ്റെ ദൈവം അത് കാണിക്കാൻ പോകുകയാണ്. ഇനി ചോദ്യമല്ല, ദൈവം തെളിയിക്കാൻ പോകുക. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ, ദൈവം തെളിയിക്കുന്ന ദിവസങ്ങൾ വരാൻ പോകുന്നു. എത്ര പേര് ആത്മാവിൽ പ്രതികരിക്കും? ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങളെ ദൈവം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ തെളിയിക്കാൻ പോകുകയാണ്. ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങളെ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ദൈവം തെളിയിക്കാൻ പോകുന്നു. വേഗം നിന്ന് കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. എഴുന്നേറ്റ് നിൽക്കുന്നവരൊക്കെ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ട് ആ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചോ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചോ, ഉയർത്തിപ്പിടിച്ചോ. കരയുന്ന ഒട്ടനവധി ആളുകൾ ഈ ഹാളിനകത്തിരിപ്പുണ്ട്. പലരുടെയും കണ്ണുകൾ നിറഞ്ഞ് പല പ്രാവശ്യം ഒഴുകുന്നത് ഞാൻ പലവട്ടം കണ്ടു. എനിക്കറിയാം, അത് ദൈവത്തിന്റെ ഇടപെടല, റജി പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ കഴിവല്ല. കർത്താവിനോട് പറ, എൻ്റെ ഭാവി അങ്ങയുടെ കയ്യിലാ കർത്താവ്. എനിക്കെൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു രൂപരേഖയില്ല. ആകെയുള്ള മുതൽക്കൂട്ട് അങ്ങ് എന്നോട് പറഞ്ഞ ദൂത. അതിന് വിരുദ്ധമായി പലരും പലതും പറയുന്നുണ്ട്. എൻ്റെ കാതിൽ പലതും കേൾക്കുന്നുണ്ട്, എൻ്റെ കാതിൽ പലതും കേൾക്കുന്നുണ്ട്. മനുഷ്യന് പറയുന്ന പലതും എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയട്ടെ, ആ പറഞ്ഞതിനെ ദൈവം തിരുത്തുന്ന ദിവസങ്ങൾ വരാൻ പോകുക. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. ആ പറഞ്ഞതിനെ ദൈവം തിരുത്തും. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ആമേൻ ഒരു കൂട്ടം ജനം മോശയോട് ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവുമാക്കിയത് ആർ? 40 വർഷത്തിനിപ്പുറത്ത് കത്തുന്ന ഒരു മുൾപ്പടർപ്പിന്റെ അകത്ത് ദൈവം ഇറങ്ങി നിന്നിട്ട് പറയുക, വാ, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതി കർത്താവുമാക്കിയത് ആർ എന്ന് പറഞ്ഞവരുടെ ഇടയിൽ ഞാൻ നിന്നെ ന്യായാധിപതി കർത്താവുമാക്കി അയക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. പഴഞ്ചൊല്ലുകളെ നിർത്തലാക്കുന്ന ദൈവകൃപ, ചിലര് പറഞ്ഞ നെഗറ്റീവുകളെ നിർത്തലാക്കുന്ന ദൈവകൃപ, ചില കുടുംബങ്ങളുടെ മേൽ കിടക്കുന്ന കെട്ടുകളെ തിരുത്തുന്ന ദൈവകൃപ, ചില ആകുലതകളെ പരിഹരിക്കുന്ന ദൈവകൃപ ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി ചലിച്ചു തുടങ്ങുന്നു. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തോ. കരയണമെങ്കിൽ കരയുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. ഇത് നിന്റെ തകർച്ചയുടെ പകലല്ല, ഇത് നിന്നെ വിടിവിച്ച് പുറത്തിറക്കുന്ന പകലാണ്. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ, പരസ്യത്തിൽ അപമാനിക്കപ്പെട്ടവനെ രഹസ്യത്തിൽ മാനിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നിങ്ങൾ പരസ്യത്തിൽ അപമാനിക്കപ്പെട്ടെങ്കിൽ പരസ്യത്തിൽ തന്നെ ദൈവം നിന്നെ ആദരിക്കുവാൻ തുടങ്ങുകയാണ്. ഏത് മണ്ണിൽ നിന്റെ കണ്ണുനീര് വീണോ, ഏത് മണ്ണിൽ നിന്റെ പ്രാണൻ പിടഞ്ഞോ, ഏത് മണ്ണിൽ നിന്റെ ഹൃദയം പൊട്ടിപ്പോയോ, അവിടെ തന്നെ ആ മനുഷ്യരുടെ മുൻപിൽ തന്നെ എൻ്റെ ദൈവം നിനക്ക്
നിനക്കൊരു മാന്യത തരാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകരം ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവം മാന്യതകൾ തുറന്നു തരുന്നു. ദൈവം മാന്യതകൾ തുറന്നു തരുന്നു. ദൈവം സാഹചര്യങ്ങളെ തിരിക്കുന്നു. നീ ഒരിക്കൽ കേട്ട ദൈവ ശബ്ദം ഒരുപക്ഷെ ആരും അറിയാത്തത്, പ്രാർത്ഥനാ മുറിയിൽ വ്യക്തിപരമായി കേട്ടത്, ചിലപ്പോൾ ആരും അറിയാതെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, അതിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകുന്നു. നീ വാഗ്ദത്തത്തിന്റെ വഴിയിലാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ തിരിക്കുന്നു. ആമേൻ. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ആമേൻ ഉണ്ടായിരുന്ന പഴഞ്ചൊല്ലിനെ ദൈവം തിരിച്ചു. ഇപ്പൊ പറയുകയാണ്, നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹിതപ്പെടുത്തി. ഈ പകലിൽ ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, നന്മ വരത്തില്ല എന്ന് പറയുന്ന നാട് നിമിത്തം ആമേൻ, ആ പേര് നിമിത്തം ദൈവം നിന്നെ തിരിക്കാൻ പോവുകയാണ്. ആ പേര് അനേകരുടെ വിടുതലിന് കാരണമാകുന്നു. ആ പേര് അനേകരുടെ ഉദ്ധാരണത്തിന് കാരണമാകുന്നു. നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. ആ വചനത്തെ ഇന്ന് പകല് ഞാൻ നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുകയാണ്. ദൈവം നിന്നെ തിരുത്തുന്നെന്ന്, ദൈവം നിന്നെ തിരുത്തുന്നെന്ന്, ദൈവം നിന്നെ തിരുത്തുന്നെന്ന്. നിന്നെ അപമാനിച്ച മനുഷ്യരുടെ മുൻപിൽ, നിന്നെ തകർത്ത മനുഷ്യരുടെ മുൻപിൽ, നിന്നെ ദുഃഖിപ്പിച്ച മനുഷ്യരുടെ മുൻപിൽ, നിനക്ക് ബൗണ്ടറി തീർത്ത മനുഷ്യരുടെ മുൻപിൽ എന്റെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ചോ. കരയണമെങ്കിൽ കരയുക, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കുക. കരങ്ങൾ അടിച്ച വചനത്തെ സ്വീകരിക്കാൻ നിയോഗമുള്ളവർ കരങ്ങൾ അടിച്ച അന്യഭാഷയിൽ ആ വചനത്തെ സ്വീകരിച്ചോ. രാഗാബാധാനയ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, പരിശുദ്ധാത്മാവ് വ്യക്തികളോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളോട് സംസാരിക്കുന്നു. Oh Jesus. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടിക്കേ. പാടുക. ഹല്ലേലൂയ പാടുകേ. ഓ ഹല്ലേലൂയ പാടുക. ഓ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഓ ഹല്ലേലൂയ പാടുക, പാടുക, പാടുക. ആത്മാവിൽ പാടുക. ഓ ഹല്ലേലൂയ. വീണ്ടും പാടുക, വീണ്ടും പാടുക, വീണ്ടും പാടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാന്നിധ്യത്തിനകത്ത് ചില കുടുംബങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ അഭിഷേകത്തിലൊന്ന് പാടുക. ഹൃദയത്തിൽ നിന്ന് പാടുക, ഹൃദയത്തിൽ നിന്ന് പാടുക. വീണ്ടും പാടുക, വീണ്ടും പാടുക, വീണ്ടും പാടുക. അഭിഷേകത്തിൽ പാടുക. ദൈവസാന്നിധ്യം ഈ ഹോള് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം, ഹോള് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം. വീണ്ടും പാടുക, വീണ്ടും പാടുക. വ്യക്തികളെ തൊഴുന്ന ദൈവസാന്നിധ്യം, ജീവിതത്തെ
ചെയ്യാം. അസാധാരണമായ ഒരു നിറവ്, അസാധാരണമായ ഒരു നിറവ്, അസാധാരണമായ ഒരു നിറവ്, അസാധാരണമായ നിറവ് യേശുവിന്റെ നാമത്തിൽ വ്യാപരിച്ച് തുടങ്ങട്ടെ. അസാധാരണമായ ആത്മബലം, അസാധാരണമായ ആത്മപകർച്ച യേശുവിന്റെ നാമത്തിൽ ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. റഗബ ഹദന ഗബഗബ യേശുവിന്റെ നാമത്തിൽ. ഒറ്റ കാര്യം മാത്രം പറഞ്ഞേ, ഒറ്റ കാര്യം മാത്രം പറഞ്ഞു. ഇതാ ഞാനും എനിക്ക് തന്ന മക്കൾ. ഞങ്ങളെ നോക്കി ചില കാര്യങ്ങൾ പറയണേ കർത്താവേ. ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്തത്, ഇതുവരെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തത് ഞങ്ങളെ നോക്കി പറ കർത്താവേ. വാ തുറന്ന് പ്രാർത്ഥിരെ, കണ്ണുനീരോടെ പ്രാർത്ഥിരെ. ഒരപ്പന്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി നിർബന്ധം പിടിച്ച് കരയുന്നത് എങ്ങനെയാ? ഒരമ്മയുടെ മുൻപിൽ ഒരു കൊച്ചുകുട്ടി നിർബന്ധം പിടിച്ച് കരയുന്നത് എങ്ങനെ? അങ്ങനൊന്ന് പറഞ്ഞേ, അങ്ങനൊന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് റിനിപ്പാസിന്റെ മുൻപിലല്ല, നിങ്ങൾ പറയുന്നത് ഫിനിപ്പാസിന്റെ മുൻപിലല്ല, നിങ്ങൾ പറയുന്നത് കർത്താവിന്റെ മുൻപിലായതുകൊണ്ട് നിർബന്ധം പിടിച്ച് കര. സഹോദരിമാർ, സഹോദരിമാർ, അമ്മമാർ, അപ്പന്മാർ, നിർബന്ധം പിടിച്ച് പറ, നിർബന്ധം പിടിച്ച് പറ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. ആമീൻ. യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വാസത്താൽ പറ, യാക്കോബ് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ പറ, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. ഒത്തിരി ആരാധനയിൽ ഞാൻ വന്നിട്ടുണ്ട് കർത്താവേ, ഒത്തിരി പ്രാർത്ഥനകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവിടുത്തെ കരവിന്റെ നെറുകമേൽ വരാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് എത്ര പേര് പറയും? എന്നോടൊന്ന് സംസാരിക്കാപ്പാ, എന്നോടൊന്ന് സംസാരിക്കേ. എന്റെ ഇടത്തും വലത്തും ഉള്ളവരെ നിറയ്ക്കുന്നത് പോലെ എന്നെ നിറയ്ക്കേ. എന്റെ കുടുംബത്തെയോടൊന്ന് കരുണ കാട്ടെ. ഉച്ചത്തിൽ നിലവിളിക്ക് വ്യർത്ഥമായി നിലവിളിച്ചതുപോലെ യേശുവേ ഉറക്കെ വിളിച്ചു പ്രാർത്ഥിക്കേ. യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ. തീ പിടിക്കുന്നത് പോലെ ദൈവമഹത്വം ഇറങ്ങി വരട്ടെ. 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 ഞങ്ങളെ വാഗ്ദത്തത്തിന്റെ വഴിയിൽ നിർത്തിയിരിക്കുന്നതിന് സ്തോത്രം. ഒരു വണുപോലും ആമേൻ കർത്താവേ മാറിപ്പോകാതെ ആ കൃപയ്ക്കകത്ത് ഞങ്ങളെ നിർത്തണമേ, നിർത്തണമേ കർത്താവേ, നിർത്തണമേ യേശുവേ, നിർത്തണമേ യേശുവേ, നിർത്തണമേ യേശുവേ. സ്വർഗ്ഗം അത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.